ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ വീട്ടിലെ പുതിന, എൻ്റെ വീട്ടിലെ കറിവേപ്പില. കുറേ നാളായി വിചാരിക്കുന്നു കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കണമെന്ന്. പിന്നെ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. മെഞ്ഞാന്ന് ഉണ്ടാക്കി നോക്കിയതാണ്, അടിപൊളിയാണ്. പിന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കുക. ഒരു 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്. നമ്മൾ ചോറിൻ്റെ അരിയില്ല, ചോറ് വെക്കുന്ന അരി കുതിർത്ത് വെക്കുക. ഒരു 8 മണിക്കൂറെങ്കിലും പൊതിരണം. എന്നിട്ട് ഇത് ഗ്രൈൻഡറിൽ ഒട്ടും വെള്ളമില്ലാണ്ട് ഊറ്റിയെടുക്കുക. എന്നിട്ട് ഗ്രൈൻഡറിൽ ഉപ്പും ജീരകം, ചെറിയ ഉള്ളി, തേങ്ങ എല്ലാം ചേർത്തിട്ട് അരച്ചെടുക്കുക. പിന്നെ ആദ്യം നമ്മൾ ബീഫ് ആദ്യം കറിയാക്കിയിട്ട് എടുക്കണം. ഇത്രയും കാര്യങ്ങൾ അതിൽ നല്ലോണം കൈവച്ച് കുഴച്ചെടുക്കുക. ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കണ്ട, പകുതി വെന്തതിന് ശേഷം ഉപ്പിട്ട് കൊടുത്താൽ മതി. അല്ലാതെ ബീഫ് വെന്ത് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. മഞ്ഞളും ഇറച്ചി മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്, വേറെ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ഇത് വെള്ളം നമ്മൾ വെന്ത് കഴിഞ്ഞിട്ട് വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുത്താൽ മതി. വറ്റിക്കണം എന്നില്ല, നമ്മളിപ്പം പത്തിൽ അതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുമ്പോഴേക്ക് അത് റെഡിയാവും. പത്തിൽ ഞാൻ കയ്യിലിങ്ങനെ നമ്മൾ എണ്ണ തടവിയിട്ട് ചെയ്യൂലേ, അങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ ഇത് ആവി ഒരു 10 മിനിറ്റ് വെക്കണ്ടോ, ആവിക്ക് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് ഇലയിൽ ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. കുറച്ച് എണ്ണ തടവുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് ഈ ഒന്നൊന്ന് ഇങ്ങനെ പറ്റി പിടിക്കാണ്ട് ഇതുപോലെ കിട്ടും. ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്താലും പെട്ടെന്ന് കൈ കൊണ്ട് മിക്സാക്കി എടുത്താലും എല്ലാം വേറെ വേറെ ഇങ്ങ് പോരും. നമ്മൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഒരടി നല്ല കട്ടിയുള്ള പാത്രം വെക്കുക. അതിൽ കുറച്ച് കൗഗി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ നെയ്യ് ഉപയോഗിക്കുമ്പോൾ കൗഗി തന്നെ ഉപയോഗിക്കുക. അതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി, 4-5 പോരെങ്കിൽ കുറച്ച് കൂടുതലും കുഴപ്പമൊന്നുമില്ല. അതൊന്ന് ഗോൾഡ് കളറായി വന്ന സമയത്ത് നമ്മൾ പത്തിലുണ്ടല്ലോ, കുഞ്ഞിപ്പത്തിൽ, അത് ഇതിലിട്ട് കൊടുക്കുക. അതിനെല്ലാം മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുറി തേങ്ങ, കുറച്ച് കാന്താരി മുളക്, പെരിഞ്ജീരകം, മഞ്ഞളുടെ പൊടി, പിന്നെ അതൊന്ന് അരച്ച് മാറ്റി വെക്കുക. ഇതിലേക്ക് ആദ്യം നമ്മൾ ഇറച്ചിക്കറി ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഏകദേശം വെന്ത്, ഒരുപാട് വെള്ളമൊന്നുമില്ല, അധികം ഡ്രൈ ആക്കുകയും ചെയ്യണ്ട, കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുക. ഇത് മസാലയിലിമ്മ പിടിക്കാൻ വേണ്ടി മാത്രം. പിന്നെ ഏകദേശം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ അരപ്പുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് എല്ലാം ആയിക്കഴിഞ്ഞാൽ കുറച്ച് മല്ലിച്ചപ്പൂ, കറിവേപ്പില അതിൻ്റെ മേലൊന്ന് ഇട്ട് കൊടുക്കുക. ഇതാണ് കുഞ്ഞിപ്പത്തിരി. ഒന്നിൽ ഉപ്പ് കൂടിപ്പോറ്, ഇറച്ചി പകുതി വെന്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരി അരക്കുന്ന സമയത്തും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നിൽ ഉപ്പ് കൂടിപ്പോറ് രസം ഉണ്ടാവില്ല. ബൈ, താങ്ക് യു.